മറ്റൊരു മാങ്കൂട്ടത്തിൻ്റെ വിഷയം അപ്പോൾ മാങ്കൂട്ടത്തിൻ്റെ കാര്യമൊക്കെ നേതൃത്വം മുൻ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ നിന്നും രാജിവെച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഏതായാലും നിങ്ങളൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ എന്ത് വർത്താനം പറയുന്നത്? MLA സ്ഥാനം രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞത് എന്തായാലും നാട്ടിൽ ജീവിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ മുൻ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു ആക്ഷേപം വന്നപ്പോൾ ഉച്ചയാകുന്നതിന് മുമ്പേ അദ്ദേഹം അധ്യക്ഷ പദവി രാജിവെച്ചല്ലോ. അതൊരു ധാർമ്മികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ അതിനെ സ്വാഗതം ചെയ്യുക. ബാക്കിയുള്ള ഭാഗം അതിൻ്റേതായ നിലയിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അത് ആ വിശദീകരിച്ചതിനെ നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നു. ഏതായാലും ആ ഒരു തരത്തിൽ കോൺഗ്രസ് ആയതുകൊണ്ടാണ് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു നിലപാടിൽ വരേണ്ടി വന്നത്. തീർച്ചയായിട്ടും ഓരോ കോൺഗ്രസ്സുകാരനും ഇപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിലും ഇത്തരം ഒരു ആരോപണമൊക്കെ വരുമ്പോൾ പാർട്ടി പദവിയിൽ അങ്ങനെ ഒരു സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ആ ഒരു നിലയിലാണ് അദ്ദേഹം രാജിവെച്ചിട്ടുള്ളത്. ശരി, ഞാൻ പറഞ്ഞല്ലോ ഞാനതിനെ അദ്ദേഹം ഇന്നലെ രാജിവെച്ചതോടുകൂടി അതിനെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഒരു കാര്യം. ഈ പ്രവർത്തനങ്ങൾ താങ്കളുടെ പിന്തുണയുണ്ടോ? ഈ പാലക്കാട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് താങ്കൾ